ഡൽഹിയിലെ CJP പ്രതിഷേധത്തിൽ ദേശീയവിരുദ്ധ ശക്തികൾ കടന്നുകൂടിയതായി ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ. പോലീസിന് നേരെ കല്ലെറിയാൻ ജമ്മു കശ്മീരിൽ നിന്ന് ഉൾപ്പെടെ ആളുകളെ ഇറക്കിയതായും ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ചെയർമാൻ മനൻ കുമാർ മിശ്രയുടെ തുറന്ന കത്തിൽ പരാമർശം. ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ് ജോർജ് സോറസിൽ നിന്ന് ഉൾപ്പെടെ പണം പറ്റിയാണ് ഇത്തരം ആക്രമണത്തിന് പിന്തുണ നൽകുന്നത് എന്നും കത്തിൽ പറയുന്നു. രാജ്യത്തെ ചിന്തകർക്കും രക്ഷാകർത്താക്കൾക്കും അയച്ച തുറന്ന കത്തിലാണ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ചെയർമാൻ മനൻ കുമാർ മിശ്രയുടെ നിർണായക പരാമർശം. രാജ്യത്തെ ഒരു രാഷ്ട്രീയ നേതാവ് തുടർച്ചയായി വിദേശ സഞ്ചാരം നടത്തുന്നുണ്ട്. ജോർജ് സോറോസ് ഉൾപ്പെടെയുള്ളവരുമായി രാഷ്ട്രീയ നേതാവിന് ബന്ധമുണ്ടെന്നും രാഹുൽ ഗാന്ധിയുടെ പേര് പരാമർശിക്കാതെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ചെയർമാൻ പറയുന്നു. ജമ്മു കാശ്മീർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പോലീസിനെതിരെ കല്ലെറിയാനുള്ള ചെറുപ്പക്കാരെ ഇറക്കിയിട്ടുണ്ടെന്നും കത്തിൽ പരാമർശിക്കുന്നു. രാജ്യം വിഭജിച്ച് അധികാരം കൈയടക്കുക എന്ന ഗൂഢലക്ഷ്യമാണ് നീക്കത്തിന് പിന്നിൽ. ദേശവിരുദ്ധ ശക്തികൾ പ്രതിഷേധം കൈയടക്കിയിരിക്കുകയാണ്. പാകിസ്ഥാൻ, ചൈന, ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് സമൂഹമാധ്യമ പ്രചരണം ഉൾപ്പെടെയുള്ള പ്രോത്സാഹനം പ്രതിഷേധത്തിന് ലഭിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ അക്രമസമരത്തിൽ നിന്നും പിന്തിരിയാൻ പ്രേരിപ്പിക്കണമെന്നും രാജ്യത്തെ ചിന്തകരോടും രക്ഷാകർത്താക്കളോടും കത്തിൽ വ്യക്തമാക്കുന്നു. രാജ്യത്തെ സർവകലാശാലകളും കോളേജുകളും മറ്റ് പ്രൊഫഷണൽ സ്ഥാപനങ്ങളും വിദ്യാർത്ഥികളെ നേർവഴിക്ക് നയിക്കാൻ ബോധവൽക്കരണ പരിപാടികൾ നടത്തണമെന്നും അദ്ദേഹം നിർദ്ദേശിക്കുന്നു. വൻതോതിൽ വിദേശ ഫണ്ട് സമരത്തിനായി ലഭിക്കുന്നുണ്ടെന്നും കത്തിൽ പരാമർശമുണ്ട്. ന്യൂസ് ഡെസ്ക്, ജനം.